സാർ നമസ്കാരം. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം പ്രതിപക്ഷ നേതാവായി മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ സ്ഥാനമേൽക്കുന്നു. മുൻ പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകുന്നു. ഈ സന്ദർഭത്തിൽ CPM-ഉം CPI-യും തമ്മിൽ ഒരു കലഹം ആരംഭിക്കുന്നു. അതായത് പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ നിൽക്കുമ്പോൾ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നാണ് CPI പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം എന്നൊരു പദവിയില്ല എന്നും അതിൻ്റെ പേരിൽ ഇനി ചർച്ചയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ ആദ്യം CPI-യുടെ ഈ അവകാശവാദത്തെ തള്ളിയത്. ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പത്രസമ്മേളനം നടത്തുന്ന അവസരത്തിൽ മാധ്യമങ്ങൾ ചില ചോദ്യങ്ങൾ പിണറായി വിജയനോട് ചോദിച്ചു. ആ പത്രസമ്മേളനം അവസാനിക്കുന്ന ഭാഗത്താണ് CPI ഉപനേതൃസ്ഥാനം പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം CPI പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം അവകാശപ്പെട്ട് വീണ്ടും ചോദ്യം ഉന്നയിച്ചിട്ടുണ്ടല്ലോ, സ്പീക്കർക്ക് കത്ത് കൊടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതിന് പിണറായി വിജയൻ മറുപടി പറഞ്ഞത്, പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ ഞാനാണ് സ്പീക്കർക്ക് കത്ത് കൊടുക്കേണ്ടത്. ഞാൻ കത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കാര്യം പരിഹരിക്കപ്പെടും. എന്നാൽ അതിനൊന്നും തടസ്സമില്ല. എന്നാൽ അത് CPI-യുടെ ആരെങ്കിലും ആയിരിക്കുമോ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തേക്ക് വരിക എന്നുള്ള ചോദ്യത്തിന് തീർച്ചയായും അല്ല, അത് CPM-ൻ്റെ ആൾ തന്നെ ആയിരിക്കുമെന്ന് പിണറായി വിജയൻ തീർത്ത് പറഞ്ഞു. ഈ വിഷയം പിന്നീട് മാധ്യമപ്രവർത്തകർ CPI-യുടെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വത്തെ കണ്ടപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി. ബിനോയ് വിശ്വം അതിന് പറഞ്ഞ മറുപടി, പിണറായി വിജയൻ എന്താണ് പറഞ്ഞത് എന്നുള്ളത് ഞാൻ കേട്ടില്ല. അഥവാ അദ്ദേഹം അങ്ങനെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ പാപ്പരത്വമാണ് അതിലൂടെ വെളിവാകുന്നത്. രാഷ്ട്രീയമായ സാംസ്കാരികത ഇല്ലായ്മയാണ് അതിലൂടെ, അല്ലെങ്കിൽ സംസ്കാരമില്ലായ്മയാണ് അതിലൂടെ മനസ്സിലാകുന്നത്. അദ്ദേഹം വലിയ തരത്തിലുള്ള രാഷ്ട്രീയ അപക്വതയാണ് ഇതിലൂടെ കാണിച്ചിരിക്കുന്നത് എന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ മാധ്യമ സമ്മേളനം പിണറായി വിജയൻ്റെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ബിനോയ് വിശ്വം അത് കാണാതെ പോകില്ല. അപ്പോൾ തീർച്ചയായും ബിനോയ് വിശ്വം അത് കണ്ടിട്ടുണ്ട്. ആ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പിണറായി വിജയൻ രാഷ്ട്രീയ മര്യാദയില്ലാത്തവനാണ്, പക്വതയില്ലാത്തവനാണ് എന്ന് ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത്. അത് അദ്ദേഹം മുൻകൂർ ജാമ്യം എടുത്തതേ ഉള്ളൂ. അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ഞാൻ അറിഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് രാഷ്ട്രീയ സംസ്കാരമില്ലായ്മയാണ്, പക്വതയില്ലായ്മയാണ്, മര്യാദകേടാണ് എന്ന് പറയുമ്പോൾ വീണ്ടും CPI CPM ഭിന്നമായ ഒരു രൂക്ഷതയിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ CPM-ന് ഉപനേതൃസ്ഥാനവും പ്രതിപക്ഷ നേതൃസ്ഥാനവും CPM തന്നെ കൈയടക്കുകയാണെങ്കിൽ CPI നിയമസഭയിൽ വേറിട്ട് ഒരു ബ്ലോക്കിലിരിക്കണം എന്ന് ഇന്ന് ചേർന്ന CPI-യുടെ സംസ്ഥാന സമിതി തീരുമാനിച്ചിരിക്കുന്നു. ഇതിങ്ങനെ മുപ്പിളമ തർക്കമായി മുന്നോട്ട് പോകുമ്പോൾ കേവലം 35 സീറ്റ് മാത്രമുള്ള ഇടതുപക്ഷത്തിൽ 8 സീറ്റുള്ള CPI-ക്ക് ഇതിന് തീർച്ചയായും അർഹതയുണ്ടെന്ന് CPI പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ മറ്റ് ചില രാഷ്ട്രീയ അജണ്ടകളുണ്ടോ എന്നുള്ളതാണ് സാധാരണ ജനം നോക്കിക്കാണുന്നത്. നന്ദകുമാർ സാർ, ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആദ്യം തന്നെ നമ്മൾ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഭാഗം ഒന്ന് കേൾക്കാം. LDF ഒന്നിച്ച് പോകുന്നതിനൊന്നും വിഷമമില്ല കേട്ടോ. LDF കഴിഞ്ഞ ദിവസം ആലോചിച്ചു, കാര്യങ്ങൾ ചർച്ച ചെയ്തു, അതിനൊന്നും ഒരു പ്രയാസമില്ല. ഇത് LDF-ൻ്റെ ഉപനേതാവ് എന്ന് പറയുന്നത് LDF നേതാവ് എന്ന നിലക്ക് സ്പീക്കർ പറഞ്ഞതുപോലെ ഒരു കത്ത് കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ആ കത്ത് ഞാനാണ് എഴുതി കൊടുക്കേണ്ടത്. അത് കൊടുത്താൽ ഉപനേതാവ് വരും. ആ കത്ത് ഞാൻ കൊടുത്തോളാം, നിങ്ങൾ ബേജാറാവട്ടെ. അതൊക്കെ ബോധ്യപ്പെടും, ഒരു പ്രശ്നമില്ല. ബാക്കി പിന്നെ പറയും, കത്ത് ഞാനല്ലേ എഴുതി കൊടുക്കേണ്ടത്, കത്ത് കൊടുക്കും. അതിലൊരു സംശയമില്ല, CPM നേതാവിൻ്റെ പേരായിരിക്കുമല്ലോ, ഒരു മാറ്റം ഉണ്ടാകും. കേട്ടല്ലോ, വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. CPI-ക്ക് സ്ഥാനം കൊടുക്കില്ല, പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം കൊടുക്കില്ല, അത് CPM-നുള്ളതാണ്. ഇനി അടുത്തത് നമ്മൾ കേൾക്കേണ്ടത് ബിനോയ് വിശ്വത്തിൻ്റെയാണ്. അതും കൂടെ കേൾക്കാം. LDF-ലെ ഈ പ്രതിപക്ഷ ഉപനേതാവ് പദവി കഴിഞ്ഞ കുറേ കാലമായിട്ട് CPI-യും CPM-ഉം തമ്മിൽ നടക്കുന്ന ചർച്ചാ വിഷയമാണ്. ആ ചർച്ചയിൽ CPI-യുടെയും CPM-ൻ്റെയും ഇവിടുത്തെയും ഡൽഹിയിലെ നേതാക്കന്മാരും ഘടകങ്ങളും ഇൻവോൾവാണ്. അതൊരു തർക്ക വിഷയമാണ്. ആ വിഷയത്തിൽ ഇപ്രകാരം ഒരു രീതിയിൽ സഖാബ് പിണറായി വിജയൻ പറയുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. അഥവാ അദ്ദേഹം പറഞ്ഞുവെങ്കിൽ അദ്ദേഹം വഹിക്കുന്ന പദവിക്ക്
അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പക്വതയ്ക്ക് നിരക്കുന്ന ഒരു പ്രസ്താവന അല്ല അതെന്ന് പറയാൻ നിർബന്ധിതനാണ്. എല്ലാ വിനയത്തോടെയും ഞാൻ പറയുന്നു, ഇങ്ങനൊരു വിഷയത്തിൽ LDFൻ്റെ പൊതു രാഷ്ട്രീയത്തിൻ്റെ രീതിയുണ്ട്. തർക്ക വിഷയങ്ങൾ തീർക്കേണ്ടത് ഉഭയകക്ഷി സംഭാഷണം വഴിയാണ് എന്ന ഒരു പൊതു അപ്രോച്ചുണ്ട്. ആ അപ്രോച്ച് ഇരിക്കെ തന്നെ ചർച്ചയ്ക്ക് വിധേയമായിട്ട് രണ്ട് പാർട്ടികളും മാറ്റിവെച്ച വിഷയത്തിൽ ഏകപക്ഷീയമായി അദ്ദേഹം അങ്ങനെ പറഞ്ഞെങ്കിൽ അത് LDFൻ്റെ സംസ്കാരത്തിന് നിരക്കുന്ന പ്രസ്താവനയായില്ല എന്ന് ഞാൻ എല്ലാ സ്നേഹത്തോടെയും എല്ലാ വിനയത്തോടെയും അറിയിക്കുന്നു. CPIയുടെ അഭിമാനത്തിന് വിലയിടാൻ ഒരു നേതാവിനും അവകാശമില്ല, ഒരു മാധ്യമത്തിനും അവകാശമില്ല. ആ അവകാശം ജനങ്ങൾക്കും CPIക്ക് മാത്രമുള്ളത്. കേട്ടല്ലോ, ബിനോയ് വിശ്വം വളരെ അർത്ഥശങ്കയില്ലാതെയാണ് ഇത് പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ കുറ്റവാളിയെ ഞാൻ കാണുന്നത് ബിനോയ് വിശ്വത്തെയാണ്. അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയായി CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായി വരുമ്പോൾ നമ്മളൊക്കെ വലിയ പ്രതീക്ഷയായിരുന്നു. മുമ്പ് CK ചന്ദ്രപ്പൻ എന്ന് പറയുന്ന നേതാവുണ്ടായിരുന്നു CPIക്ക്. അദ്ദേഹം ചേർത്തലയിൽ നിന്നാണ് വിജയിച്ചു വരാറ്. അദ്ദേഹം ലാവ്ലിൻ കേസിലെടുത്ത തീരുമാനം കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി നടത്തിയിട്ടുള്ള പിണറായി വിജയനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള തീരുമാനമായിരുന്നു. 1971 കേരളത്തിൽ അച്യുതമേനോൻ്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ 7 വർഷക്കാലം ഭരിക്കേണ്ടായി. നമുക്കെല്ലാവർക്കും അറിയാം, കരുണാകരനായിരുന്നു ആഭ്യന്തരമന്ത്രി. അതിനുശേഷം ആണ് പിന്നീട് അടുത്ത ഇലക്ഷൻ വീണ്ടും വിജയിച്ചു. പിന്നീട് AK ആൻ്റണി ഒക്കെ പോയപ്പം വിട്ട് കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് ഭിന്നിപ്പുണ്ടായി, ഒരു ഭാഗം CPMൻ്റെ കൂടെ പോയി. അങ്ങനെയാണ് CPI പിന്നീട് CPMൽ എത്തുന്നത്. അന്ന് അടിയന്തരാവസ്ഥ ഭീകര നാളുകളെല്ലാം ഇതാക്കിയ ശേഷം അന്ന് മുതൽ ഇന്ന് വരെ CPMൻ്റെ കൂടെ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് CPI. അവസാനം ഓരോ ദിവസവും CPM വളർന്ന് പന്തലിച്ചപ്പോൾ CPI ശുഷ്കിച്ച് പിന്നെ മുലകുടി കൂടി ഇല്ലാത്ത ചെറിയ കുട്ടികളെ മാതിരിയായി തീർന്നു. പടവലങ്ങനെ പോലെ ഇങ്ങനെ ആയിത്തീരും. അതിന് കാരണം ആരാണ്? അതിലെ നേതാക്കന്മാരാണ്. തങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് തങ്ങളുടെ നിയമസഭയിലുള്ള അംഗബലമാണ്. അത് ഇല്ലാതെ CPMന് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി സത്യസന്ധമായ നിലപാടെടുത്ത് പാർട്ടിയെയും മുന്നണിയെയും ശരിയായ വഴിക്ക് നയിച്ചിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ LDF തകർന്ന് തരിപ്പണമാകില്ലായിരുന്നു. എന്തിന് ആശാവർക്കന്മാരുടെ സമരം നടന്നപ്പോൾ ആ നേതാക്കന്മാർ ബിനോയ് വിശ്വത്തെ പിടിച്ച് കാലും കൈയും പിടിച്ച് വന്നപ്പോഴും ആ സമരത്തിനെതിരെ നിലപാടെടുത്തൊരു നേതാവാണ് ബിനോയ് വിശ്വം. എൻ്റെയൊക്കെ വളരെ അടുത്ത സുഹൃത്താണ്, ഞാൻ ഭയങ്കര ബഹുമാനിക്കുന്ന ഒരാളാണ്. പക്ഷേ താത്വിക ചിന്തയിലൊക്കെ വലിയ വിവരമുണ്ടെങ്കിലും പക്ഷേ പാർട്ടിയെ നയിക്കുന്നതിൽ പൂർണ്ണമായി പരാജയപ്പെട്ട ഒരാളാണ് ബിനോയ് വിശ്വം. ഭരിക്കുന്ന സമയത്തിൽ പിണറായി വിജയൻ്റെ ആസനം താങ്ങി നടന്നതിൻ്റെ ഗതികേടാണ് ഇപ്പോൾ CPI അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയോ തെറ്റിദ്ധരുത്താവുന്ന അവസരങ്ങളിൽ ഒന്നും തെറ്റിദ്ധരുത്താതെ അവസാനം എന്തായി CPIയെ ചവിട്ടി ഒന്നുമില്ലാതെ അരയ്ക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ ഇന്ന് പിണറായി വിജയൻ ചെയ്ത എന്താ? ചവിട്ടി അരയ്ക്കുകയായിരുന്നു. മുമ്പ് മാവോയിസ്റ്റുകളെ കേരളത്തിൽ മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊന്നതിൽ അമിത്ഷായുടെ വാക്കും കേട്ട് ജീവനുള്ള ആളെ കെട്ടിയിട്ട് വെടിവെച്ച് കൊന്ന കഥകൾ പുറത്തു വരികയാണെന്ന് CPIയുടെ സംസ്ഥാന പ്രധാന നേതാവായ പ്രകാശ് ബാബു പറഞ്ഞിട്ടുള്ളത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അത് CPIക്ക് ഇടതുപക്ഷ സമീപമുള്ള പാർട്ടിക്ക് ഭരണകാലത്ത് പാടില്ലായിരുന്നത്. എന്നിട്ട് എന്തായി? പിന്നെ എന്തെങ്കിലും നടന്നോ? അപ്പോൾ അതിന് കാരണം CPIയുടെ ചില നേതാക്കന്മാരുടെ മക്കളും ഒക്കെ തന്നെ നടത്തിയ അഴിമതികൾ, CPIയിലെ ചില നേതാക്കന്മാർ നടത്തിയ അഴിമതികളെല്ലാം, മന്ത്രിമാർ നടത്തിയ അഴിമതികളെല്ലാം തന്നെ പിണറായി വിജയൻ്റെ കൈവശമുണ്ടായിരുന്നു എന്നുള്ളതാണ്. അല്ലാതെ വേറൊന്നല്ല. അവരും അഴിമതിയുടെ ഭാഗമായി തീർന്നു. പിണറായി വിജയൻ മോഷ്ടിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി ഇവർ മോഷ്ടിക്കേണ്ടി വന്നു. ഇവർ പാർട്ടി വളർത്താൻ വേണ്ടി ഈ പൈസ എടുത്തിട്ടൊക്കെയാണ് പാർട്ടി നിലനിന്നിരുന്നത്. പാർട്ടിയെ വളർത്താനല്ല, പാർട്ടിക്ക് ജീവിക്കാനുള്ള പൈസ ഇതുവഴിക്ക് ഉണ്ടാക്കി പാർട്ടി. അപ്പം ബിനോയ് വിശ്വത്തിന് എന്തായി? പിണറായി വിജയൻ്റെ ആസനം താങ്ങി നടക്കേണ്ടി വന്നു. ഈ ലാവ്ലിൻ കേസിലൊക്കെ ബിനോയ് വിശ്വം എടുത്ത നിലപാടെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പുച്ഛിച്ച് തള്ളാൻ അദ്ദേഹത്തെ തോന്നുള്ളൂ. ഇപ്പോഴുള്ള ഈ സംഭവഗതികൾ നാവുമ്പോൾ എന്തിനാണ് സംസ്ഥാന CPI എന്നുള്ള പ്രസ്ഥാനം കൊണ്ട് ഇവർ നടക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഉളുപ്പുണ്ടെങ്കിൽ അതിൽ നിന്ന് മുന്നണിയിൽ നിന്ന് വിട്ടുനിന്ന് ഒറ്റയ്ക്ക് നിന്ന് പാർട്ടിയെ വളർത്താനുള്ള തൻ്റെ ഇടമാണ് ഉണ്ടാക്കേണ്ടത്. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഒരു അത്താണില്ലാതെ ആളുകൾ നിൽക്കുകയാണ്. CPM എന്ന് എത്രയോ ആളുകൾ ശക്തമായൊരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിലേക്ക് നീങ്ങാൻ റെഡിയാണ്. കാരണം CPMൽ നിന്ന് അത്രയും ജനങ്ങൾ അണികൾ മെമ്പർമാർ ഒഴിഞ്ഞു പോവാത്തത് എന്തുകൊണ്ടാണ്? മറ്റൊരു സ്ഥലമില്ല എന്നുള്ളതാണ്.
CPI അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ശക്തമായ രൂപത്തിൽ പ്രക്ഷോഭങ്ങൾ കൃത്യമായി നടത്തുകയും അതിലേക്ക് പാറ്റ പോലുള്ള ഒരു കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ പോലെ സമരമുഖം തുറക്കുകയും ചെയ്താൽ CPM അടക്കം അണികളും കൂടെ ഇറങ്ങി വരും. ഈ 5 വർഷം എന്തായാലും ഭരണത്തിലില്ല. പിന്നെ എന്തിനാണ് അവിടെ പോയി കയറി കുത്തിരിക്കുന്നത്? പിണറായി വിജയൻ്റെ ഈ ഉച്ചിഷ്ടം കഴിച്ചിട്ട് എന്തിനാണ് അവിടെ പോയിരിക്കുന്നത്? ഉളുപ്പുണ്ടെങ്കിൽ ബിനോയ് വിശ്വൻ ചെയ്യേണ്ടത് പാർട്ടിയെ LDF നിന്ന് മാറ്റി നിർത്തുക. ഇത്രയും അഴിമതിക്കളതകൾ ഓരോന്നോരോന്നായി വരുമ്പോൾ പിണറായി വിജയൻ പേടിപ്പിക്കുകയാണ് ബിനോയ് വിശ്വത്തെ. നിങ്ങളുടെ നേതാക്കന്മാർ നടത്തിയ അഴിമതിയൊക്കെ എൻ്റെ കൈവശമുണ്ട്, ഞാനത് പുറത്തുവിടുമെന്ന് പറഞ്ഞിട്ട്. അല്ലാതെ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ CPI അവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? ഉളുപ്പില്ലാതെ. കുറച്ച് ഉളുപ്പുള്ള പാർട്ടിയാണെങ്കിൽ അവിടെ നിൽക്കൂ. സാർ, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആലോചനയുടെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണോ ഈ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്രത്തോളം പിടിവാശി കാണിക്കുന്നത് എന്ന് സംശയിച്ചു കഴിഞ്ഞാൽ അതിൽ തർക്കിക്കാൻ പറ്റുമോ? അല്ല, അത് സ്വാഭാവികമായിട്ട് അവർ പാർട്ടി കൊടുക്കേണ്ടതല്ലേ? രണ്ടാമത്തെ പാർട്ടിയല്ലേ? ഒരു സാമാന്യ മര്യാദയില്ലേ? ഇപ്പോൾ UDF-ലാണെങ്കിൽ 1ാം സ്ഥാനം ആരാണ്? കോൺഗ്രസ്. 2ാം സ്ഥാനം ആർക്കാ? മുസ്ലിം ലീഗിന്. അത് അതിൻ്റെ രീതിയല്ലേ? അതല്ല സാമാന്യ മര്യാദ. ആ സാമാന്യ മര്യാദയുടെ ഒരു ചെറിയൊരു ഇതും കൂടി കൊടുക്കാതെ വലിയേട്ടനായിട്ട് വേണമെങ്കിൽ ഉച്ചിഷ്ടം പഴിച്ചോ, അല്ലാതെ ഞങ്ങൾക്ക് സ്ഥാനം തരാൻ പറ്റില്ല എന്ന് പറയുന്ന സമീപനം ഉണ്ടല്ലോ പിണറായി വിജയൻ്റെ. ധാർഷ്ട്യവും അഹങ്കാരവും അത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ CPI-യിലെ പ്രമുഖ നേതാക്കന്മാർ നടത്തിയ അഴിമതി കഥകൾ, അഴിമതിയുടെ രേഖകൾ പിണറായി വിജയൻ്റെ കൈവശമുണ്ട് എന്നുള്ളതാണ്. പിണറായി വിജയൻ തന്നെ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. സിവിൽ സപ്ലൈസിൽ നടന്ന കോടികളുടെ വെട്ടിപ്പ്, കൃഷി വകുപ്പിൽ നടന്ന 1 കോടികളുടെ വെട്ടിപ്പ്, ഇതൊക്കെ പിണറായി വിജയൻ്റെ കൈവശമുണ്ട്. റവന്യൂ വകുപ്പിൽ നടന്ന 1 കോടികളുടെ വെട്ടിപ്പ്, ഇതൊക്കെ CPI ഭരിച്ച വകുപ്പായിരുന്നല്ലോ. അതിൽ നടന്നിട്ടുള്ള, അതുകൊണ്ടാണല്ലോ പിണറായി വിജയന് മരംവെട്ടൊക്കെ നടത്താൻ പറ്റിയത്. മുട്ടിൽ മരംവെട്ട് മാത്രമല്ല, കേരളത്തിലെ ഫോറസ്റ്റുകളിൽ നിന്ന് 200-300 വർഷം പഴക്കമുള്ള മരങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് ഒരു റവന്യൂ വകുപ്പ് ഇറക്കിയ ഒരു ഉത്തരവിലൂടെ വെട്ടിയെടുക്കുകയും ഇവിടെ നിന്ന് രായ്ക്ക് രാമാനം ഉടനെ കടത്തി വിദേശത്തേക്ക് കയറ്റുകയും എന്നിട്ട് ആ ഉത്തരവ് പിൻവലിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ കോവിഡ് കാലത്ത് പിണറായി വിജയൻ ചെയ്ത തന്ത്രം. ഇത് നമ്മുടെ രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന ഒരു അഴിമതിയാണ്. കോടിക്കണക്കിന് ചുറ്റും ചുരുങ്ങിയ ഒരു 10-20,000 കോടി അതിൻ്റെ അകത്ത് അഴിമതി നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ റവന്യൂ വകുപ്പിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ്. ആർക്കാണ് ഉത്തരവാദിത്തം വരിക? റവന്യൂ മന്ത്രിക്കാണ്. അതിനൊക്കെ കൂട്ടുന്നതാണ് അവർ ചെയ്തത്. പാർട്ടിക്കും കിട്ടിയിട്ടുണ്ട് കുറച്ച് പൈസ, അല്ല ചില നേതാക്കന്മാർക്കും കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ കൈവശമുള്ള പിണറായി വിജയൻ അതും കൂടെ പുറത്തെ വിടുമ്പോൾ അതിൽ തകർന്നു ധരിപ്പണമാവും CPI എന്നുള്ളതാണ്. അല്ല തന്നെ ഇല്ല, പണ്ടേ ദുർബല, ഇപ്പോൾ ഗർഭിണി എന്നുള്ള രൂപത്തിലാണ് CPI-യുടെ സ്ഥിതി. പിണറായി വിജയനാണ് CPM ആണെങ്കിൽ അതിനാട് സ്ഥിതി മോശമാണ്. ഇനി ജനങ്ങൾ ആരും ഇല്ല, ഒറ്റ കുട്ടി നിൽക്കുന്നില്ല, ആരും പിണറായി വിജയനെ വിശ്വസിക്കുന്നില്ല. പെരുങ്കള്ളനാണെന്ന് ഇപ്പം എല്ലാവരും ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഞാൻ പറഞ്ഞപ്പോൾ വിശ്വസിക്കാത്ത അണികൾ ഇന്ന് എൻ്റെ വാക്കുകൾ കേട്ട് ഉറക്കെ വിളിച്ചു പറയാണ് പിണറായി പെരുങ്കളനാണെന്നുള്ളത്. ആ സ്ഥിതിയാണ്. അപ്പോൾ ഈ സ്ഥിതിയിൽ പാർട്ടിയെ CPI-യെ മുന്നോട്ട് കൊണ്ടുപോകണ ധൈര്യപൂർവ്വം പിണറായി വിജയൻ നയിക്കുന്ന CPM-ൽ നിന്ന് മാറി നിന്ന് വേറിട്ടൊരു ഇടതുപക്ഷമായി വളർത്തുകയാണെങ്കിൽ CPI-ക്ക് തീർച്ചയായും ഭരിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. CPI-ക്ക് വലിയ വളർച്ചയുണ്ട്. കേരളത്തിൽ ഒരു സാധ്യതയുണ്ട്. ഇവിടെ ഒരു വലിയ സ്പേസ് ഉണ്ട് ഇടതുപക്ഷത്തിന്.